രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു പുതിയ നിയമ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെ ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് വിജിലൻസ് കോടതി തള്ളിയതോടെയാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കം. സാധാരണഗതിയിൽ വിജിലൻസ് സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ കോടതിയിൽ അംഗീകരിക്കാറുണ്ട്. എന്നാൽ ഈ കേസിൽ വിജിലൻസ് കോടതിയുടെ ശക്തമായ നിലപാട് സർക്കാരിനെയും വിജിലൻസ് വകുപ്പിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഈ വിഷയം കൂടുതൽ സങ്കീർണമാകുന്നത് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ ആലോചിക്കുന്നുവെന്ന വാർത്തകളിലൂടെയാണ്. ADGP MR അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ലഭിച്ചിരുന്നു. ഈ പരാതിയിന്മേൽ വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ADGPക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ ഈ റിപ്പോർട്ട് കോടതി തള്ളിക്കളഞ്ഞു. വിജിലൻസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. ഈ വീഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്താത്തതെയാണ് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയത് എന്നുള്ളതാണ്. നിയമപരമായി ഇത് ഗുരുതരമായ പിഴയാണ്. കേസിൽ ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിന്റെ മൊഴി മാത്രം രേഖപ്പെടുത്തിയാണ് വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ നടപടി നിയമപരമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഒരു കേസിൽ പരാതിക്കാരന്റെ ഭാഗം കേൾക്കാതെ ആരോപണ വിധേയന്റെ ഭാഗം മാത്രം കേട്ട് തീരുമാനമെടുക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെക്കുറിച്ച് കോടതിക്ക് സംശയങ്ങൾ ഉണ്ടായി. വിജിലൻസ് റിപ്പോർട്ട് തള്ളിയതിന് പിന്നാലെ ഈ കേസിൽ ഒരു പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കേണ്ടി വരുമോ എന്നാണ് സൂചന. പരാതിക്കാരുടെ മൊഴിയടക്കം വിജിലൻസ് അന്വേഷണ സംഘം രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ ജൂൺ 30-ന് കോടതി നേരിട്ട് പരാതിക്കാരന്റെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അസാധാരണമായ ഒരു നടപടിയാണ്. സാധാരണയായി അന്വേഷണ ഏജൻസികളാണ് മൊഴിയെടുക്കേണ്ടത്. എന്നാൽ ഈ കേസിൽ അന്വേഷണ ഏജൻസിയുടെ വീഴ്ച കാരണം കോടതിക്ക് നേരിട്ട് ഇടപെടേണ്ടി വരുന്നു. കോടതിയുടെ നിർദ്ദേശാനുസരണം പുതിയ വിജിലൻസ് അന്വേഷണ സംഘത്തെ നിയോഗിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും SP-യുടെ നേതൃത്വത്തിലുള്ള പുതിയ സംഘം രൂപീകരിക്കുക. കോടതി നിർദ്ദേശിച്ചാൽ പിന്നീട് കേസെടുത്ത് അന്വേഷണം നടത്താൻ സർക്കാരിന്റെ അനുമതിക്കായി കാത്തിരിക്കേണ്ടി വരില്ല എന്നതും ശ്രദ്ധേയമാണ്. വിജിലൻസ് കോടതിയുടെ നിലപാട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വിജിലൻസ് കോടതി വിധി വിജിലൻസ് മാനുവലിന് വിരുദ്ധമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഈ വിധി റദ്ദാക്കാനായി അപ്പീൽ നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ വിജിലൻസ് കോടതി ഉത്തരവിലെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം നീക്കം ചെയ്യാനും സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നുണ്ട്. വിജിലൻസ് കോടതി ഹർജിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സാധ്യതകളും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ഈ സംഭവ വികാസങ്ങൾ ചില ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരു കേസിലെ അന്വേഷണത്തെക്കുറിച്ച് ഒരു കോടതിക്ക് ശക്തമായ അതൃപ്തി ഉണ്ടാകുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട ഏജൻസികളെ നിയന്ത്രിക്കുന്ന സർക്കാർ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്നത് ജുഡീഷ്യറിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ക്ലീൻ ചിറ്റ് നൽകാൻ വിജിലൻസ് എന്തിനാണ് ഈ ധൃതി കാണിച്ചത്? അന്വേഷണത്തിൽ വീഴ്ചകൾ സംഭവിച്ചുവെന്ന കോടതിയുടെ കണ്ടെത്തൽ വിജിലൻസ് സംവിധാനത്തിന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നേരിടാൻ സർക്കാർ എന്തിനാണ് വിമുക്തത കാണിക്കുന്നത്? കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള സർക്കാരിന്റെ നീക്കം ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടാം. ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഒരു നിയമ പോരാട്ടത്തിനപ്പുറം സർക്കാരും ജുഡീഷ്യറിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അന്വേഷണ ഏജൻസികളുടെ നിഷ്പക്ഷതയെക്കുറിച്ചും ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ സർക്കാർ കാണിക്കുന്ന താല്പര്യത്തെക്കുറിച്ചുമുള്ള ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയരുന്നത്. കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തിയെയാണ് കാണിക്കുന്നത്. എന്നാൽ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കും. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ നിയമ പോരാട്ടങ്ങൾ ഉണ്ടായേക്കാം. ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.